വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മുടെ സംസ്ഥാനത്ത് ഒരു വനിതാ മന്ത്രിയെ KSUകാർ ഇങ്ങനെ കയ്യേറ്റം ചെയ്തു എന്നറിയുന്നതിൽ വളരെയധികം പ്രതിഷേധിക്കേണ്ട തന്നെ കാര്യമാണ്. വളരെ നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. മന്ത്രി വീണ ജോർജിന് നേരെ KSU ആക്രമണം, കഴുത്തിനും കൈക്കും പരിക്ക്, മന്ത്രിക്ക് നേരെ ആക്രമണം, നാടകം, പ്രതിഷേധം. ആയുർവേദ മേഖലയിൽ യശസ് നേടിയ നാട്, അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. KTDC മലബാർ കോർട്ടോഡേഴ്സ് പ്രവർത്തനം ആരംഭിച്ചു. ദേശീയ പരിസ്ഥിതി സമ്മേളനത്തിന് പര്യവസാനം, പരിസ്ഥിതി നയരേഖ പ്രഖ്യാപിച്ചു. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെ KSU പ്രവർത്തകരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ മന്ത്രിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിച്ചു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു മന്ത്രിക്ക് നേരെ KSU പ്രവർത്തകരുടെ ആക്രമണം. കല്യാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് മടങ്ങുകയായിരുന്നു മന്ത്രി. റെയിൽവേ സ്റ്റേഷനിലെത്തിയ മന്ത്രിക്ക് നേരെ KSU ആക്രമണം അഴിച്ചു വിടുകയായിരുന്നു. KSU പ്രവർത്തകർ മന്ത്രിയുടെ കൈ പിടിച്ചു തിരിക്കുകയും പിടിച്ചു തള്ളുകയും ചെയ്തു. ആക്രമണത്തിൽ മന്ത്രിയുടെ കഴുത്തിനും കൈക്കും പരിക്കുണ്ട്. സംഭവത്തിന് പിന്നാലെ മന്ത്രിക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്നതിനായാണ് ജില്ലാ ആശുപത്രിക്ക് മാറ്റിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിയെ സന്ദർശിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂരിൽ ഉണ്ടായ KSU ആക്രമണം കോൺഗ്രസിൻ്റെ ഹീനരാഷ്ട്രീയമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംഭവത്തിൽ സംസ്ഥാനമാകെ പ്രതിഷേധം ഉയരുകയാണ്. സംസ്ഥാനത്താകെ LDF-ൻ്റെയും CPM-ൻ്റെയും DYF-യുടെയും മഹിളാ അസോസിയേഷനും എല്ലാ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ്. മന്ത്രിയെ മെഡിക്കൽ ടീം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. പരിയാരം മെഡിക്കൽ കോളേജിലെത്തിയ സംഘം MRI സ്കാനിംഗ് ഉൾപ്പെടെയുള്ള വിശദ പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. KSU ആക്രമണം ആസൂത്രിതം, പിന്നിൽ ഗൂഢാലോചന. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ KSU ഗുണ്ട ആക്രമണം ആസൂത്രിതം. ഇതിന് പിന്നിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഗൂഢാലോചന ഉണ്ട് എന്നുള്ള ആരോപണം ശക്തമാകുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ആക്രമണത്തെ ന്യായീകരിക്കുന്നത് ഇതിന് തെളിവാണ്. ആക്രമണത്തിന് ഇരയായ മന്ത്രിക്ക് അഭിനയത്തിന് ഓസ്കാർ അവാർഡ് നൽകണമെന്ന KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ് സേവറിൻ്റെ പരിഹാസം വിരൽ ചൂണ്ടുന്നതും ഗൂഢാലോചനയിലേക്കാണ്. ഇതിന് തൊട്ട് പിന്നാലെ KSU ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ നടപ്പിൻ നായിക എന്ന അടിക്കുറിപ്പോടെ 2 പഴയ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പരിഹാസ പോസ്റ്റുമിട്ടു. മുമ്പ് വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രി ആക്രമിക്കാൻ ശ്രമിച്ചതും കണ്ണൂരിലെ കോൺഗ്രസ് അക്രമി കൂട്ടമായിരുന്നു. ആരോഗ്യമന്ത്രിക്കെതിരായി നടന്ന ആക്രമണത്തിൽ കേരളമാകെ പ്രതിഷേധം അലയടിക്കുകയാണ്. സംഭവത്തിൽ മന്ത്രിക്കെതിരെ ക്രൂരമായ ആക്രമണമാണ് ഒരു വിഭാഗം സോഷ്യൽ മീഡിയ വഴി നടത്തുന്നത്. AI വീഡിയോ വരെ ഉണ്ടാക്കി അപമാനിക്കുന്നു. വിദ്യാർത്ഥിക്ക് കലോത്സവത്തിൽ മോണാക്ട് അവതരിപ്പിക്കുന്ന മന്ത്രിയുടെ പടവും ഉപയോഗിക്കുന്നു. KSUവിൻ്റെ ഇത്തരം ആക്രമണം ആദ്യമല്ല. ഏതാനും വർഷം മുമ്പാണ് ഹയർ സെക്കൻഡറി ഡയറക്ടർ കേശവേന്ദ്ര കുമാറിൻ്റെ ദേഹത്ത് കരിയോയിൽ ഒഴിച്ചത്. അതിന് നേതൃത്വം നൽകിയവർക്ക് സർക്കാർ സർവീസിൽ ജോലി കിട്ടാൻ അവരുടെ പേരുള്ള കേസ് ഉമ്മൻചാണ്ടി സർക്കാർ പിൻവലിച്ചു. സമരങ്ങൾ ഒട്ടേറെ കേരളം കണ്ടിട്ടുണ്ട്. പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അത്തരം പ്രതിഷേധങ്ങൾ, പൊതുപരിപാടികൾ നടക്കുന്നിടത്ത് അക്രമം, എന്നാൽ റെയിൽവേ സ്റ്റേഷനിലും വിമാനത്തിനുള്ളിലും പ്രതിഷേധിക്കുന്ന അത് KSU യൂത്ത് കോൺഗ്രസും സ്ഥിരം ശൈലിയാക്കിയിരിക്കുകയാണ്. വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മുടെ സംസ്ഥാനത്ത് ഒരു വനിതാ മന്ത്രിയെ KSUകാർ ഇങ്ങനെ കയ്യേറ്റം ചെയ്തു എന്നറിയുന്നതിൽ വളരെയധികം പ്രതിഷേധിക്കേണ്ട തന്നെ കാര്യമാണ്. വളരെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമായി നടക്കാനുള്ള അവകാശമുള്ള ഒരു സംസ്ഥാനത്ത് KSUകാർ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, നാളൊരു സമയത്ത് അവർ ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണ് ആ സർക്കാരിന് നൽകാൻ കഴിയുന്നത് എന്നതാണ്. നമുക്ക് പ്രതിഷേധങ്ങളും കരിങ്കൊടി കാണിക്കലും എല്ലാം ആവാം, പക്ഷെ അതൊരിക്കലും സ്ത്രീകളെ ആക്രമിച്ചുകൊണ്ടാവരുത്. ഒരു പെണ്ണിനെ ആക്രമിക്കുന്നതിന് ഒരു മര്യാദയില്ല. ഇതാണോ കാണിക്കേണ്ടത്? ഇവന്മാർ ആരെന്ന ഇവന്മാരെ വിചാരം? കോൺഗ്രസ്സുകാർ വിചാരിച്ച എന്തോ അങ്ങ് നടക്കുന്നതാണോ? ഒന്നും ഉണ്ടാക്കില്ല. ഞങ്ങൾ സാധാരണ ജനങ്ങൾ ആരോഗ്യമന്ത്രിയുടെ കൂടെയുണ്ട്. ഒരു വനിതാ മന്ത്രിയെ ആക്രമിക്കുക എന്ന് പറയുന്നത് കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്ത് ഒരിക്കലും വെച്ച് പൊറപ്പിക്കാൻ പറ്റാത്ത സംഭവമാണ്. നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞത് നമുക്ക് വല്ലാത്തൊരു വിഷമവും മനോവിഷമവും അതിനോടുകൂടി സഹിക്കാൻ പറ്റാത്തൊരു വേദനയായി മാറി. ഇങ്ങനെ ഒരു ആരോഗ്യമന്ത്രിയെ കേരളത്തിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത തരത്തിൽ കരിങ്കൊടി കാണിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു വനിതയായിട്ടുള്ള ഒരു ആരോഗ്യമന്ത്രിയെ വഴിയിൽ
റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിലേക്ക് കയറുന്ന വഴിക്ക് തടഞ്ഞു നിർത്തി ദേഹോപദ്രവം ഏൽപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് തോന്നുന്നു. മന്ത്രി വീണ ജോർജിന്റെ കാര്യങ്ങൾ അറിഞ്ഞത് വളരെ വിഷമമുണ്ട്. കാര്യം നമുക്കൊരു ഇതിപ്പം മന്ത്രി എന്നുള്ള കഴിച്ചാൽ ഒരു സ്ത്രീയാണ്. ഇപ്പം ഒരു മന്ത്രിക്ക് പോലും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാകുന്ന ഒരു സാധാരണ സ്ത്രീകളുടെ കാര്യം എന്തുവാണ്? അത് ചെയ്തത് തെറ്റാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. വനിതാ മന്ത്രിയെ ഇതുവരെ ഉപദ്രവിച്ചതായിട്ട് നമ്മൾ അറിയില്ല, അത് ഏത് സർക്കാർ വന്നിരുന്നാലും. പക്ഷെ ഇത്രത്തോളം ഒരു വിവരമില്ലാത്ത രീതിയിൽ പ്രതിപക്ഷ നേതാവിനെ പോലെ തന്നെയാണ് അവരുടെ പ്രവർത്തകരും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ. ഒരു വനിതാ മന്ത്രിയാണ് വീണ ജോർജ്. നല്ല കഴിവും ഇതുമൊക്കെ ഉള്ള ഒരു മന്ത്രിയാണ്. ഒരു സ്ത്രീയെ അങ്ങനെ അപമാനിക്കുന്നത് വളരെ ഖേദകരമാണ്. ആക്രമണം ആരായാലും പാടില്ലല്ലോ, എല്ലാവരും മനുഷ്യരല്ലേ, അങ്ങനെ ഒരു കൺസിഡറേഷൻ വേണം. മഹാരാഷ്ട്രയിൽ ചെങ്കളിരുമ്പായി ലോങ് മാർച്ച് മുന്നോട്ട് അണിചേർന്ന് 10,000. വിവിധ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് മഹാരാഷ്ട്രയിൽ മുന്നേറുന്ന ലോങ് മാർച്ച് അണിനിരന്ന് 10,000. അഖിലേന്ത്യാ കിസാൻ സഭയുടെയും CITUവിൻ്റെയും നേതൃത്വത്തിൽ കർഷകരും തൊഴിലാളികളുമാണ് മാർച്ച് നടത്തുന്നത്. ഹരിയാനഗർ ജില്ലയിലെ അക്കോല താലൂക്കിലെ രാജൂരിൽ നിന്ന് ചൊവ്വാഴ്ച ആരംഭിച്ച മാർച്ച് അകോല സാഗനഗർ ലോണി വഴി 148 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് അഹല്യാനഗർ കളക്ട്രേറ്റിൽ എത്തും. ലോങ് മാർച്ചിനെ വഴിയിലുടനീളം ആവേശകരമായ സ്വീകരണമാണ് ലഭിക്കുന്നത്. വിദ്യാർത്ഥികളും യുവാക്കളും ഐക്യദാർഢ്യവുമായി മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. നാസിക്, താനെ, പാൽഗർ ലോങ് മാർച്ചുകളിലും 2003 അക്കോല ലോണി ലോങ് മാർച്ചിലും അംഗീകരിച്ച ആവശ്യങ്ങൾ നടപ്പിലാക്കുക, നാസിക് പൂനെ ഹൈസ്പീഡ് റെയിൽവേ സംബന്ധിച്ച് നൽകിയ ഉറപ്പുകൾ പാലിക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. ലോങ് മാർച്ചിൻ്റെ പശ്ചാത്തലത്തിൽ അഡീഷണൽ കളക്ടർ ബാലാസാഹേബ് കോളേക്കർ, ജില്ലാ പോലീസ് മേധാവി, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ അകോല തഹസിൽദാർ ഓഫീസിൽ 3 മണിക്കൂർ നീണ്ട ചർച്ച നടന്നു. അംഗീകരിച്ച ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ ജില്ലാ അധികാരികൾ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെങ്കിലും സംസ്ഥാന തലത്തിലുള്ള ആവശ്യങ്ങൾ ഇപ്പോഴും തീർപ്പ് കൽപ്പിക്കാതെ തുടരുകയാണെന്ന് ബന്ധപ്പെട്ട മന്ത്രിമാരുമായി ചർച്ച നടത്തേണ്ടതുണ്ട്. ഇതിൽ തീരുമാനം ആകുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകാനാണ് കിസാൻ സഭയുടെയും CITUവിൻ്റെയും പിന്തുണക്കുന്ന മറ്റ് സംഘടനകളുടെയും തീരുമാനം. ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിൽ 3 ദിവസമായി തലസ്ഥാന നഗരിയിൽ നടന്ന ദേശീയ പരിസ്ഥിതി സമ്മേളനത്തിന് പര്യവസാനം. കവടയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെൻറ്ററിൽ നടന്ന സമാപന സമ്മേളനം സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ കെ രവിരാമൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന് ഭാഗമായി നടന്ന വിവിധ സാങ്കേതിക സെഷനുകളിലും പാനൽ ചർച്ചകളിലും ഉയർന്നു വന്ന ക്രിയാത്മക നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് പാരിസ്ഥിതിക നയരേഖ തയ്യാറാക്കി. വരും കാലങ്ങളിൽ സർക്കാർ നടപ്പിലാക്കുന്ന പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ ഈ നിർദ്ദേശങ്ങൾ ഏകോപിപ്പിക്കുമെന്നും പരിസ്ഥിതി സൗഹൃദ വികസനത്തിൽ ഇത് മുൻഗണന നൽകുമെന്നും സമ്മേളനം പ്രഖ്യാപിച്ചു. ശുചിത്വം, മാലിന്യ സംസ്കരണം, കാലാവസ്ഥ വ്യതിയാനം, കൃഷി, നെറ്റ് സീറോ കാർബൺ കേരളം തുടങ്ങി 2 സമാന്തര വേദികളിൽ 18 സെഷനുകളായി അവതരിക്കപ്പെട്ട 73 പ്രബന്ധങ്ങളുടെ പ്രധാന ആശയങ്ങളാണ് നയരേഖയ്ക്ക് ആധാരമായത്. സമാപന സമ്മേളനത്തിൽ നവകേരള കർമ്മ പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ TN സീമ അധ്യക്ഷയായി. NCSS റിട്ടയർഡ് ശാസ്ത്രജ്ഞൻ ഡോക്ടർ അച്യുകുമാർ വർമ്മ തുടർ പ്രവർത്തന സാധ്യതകളെക്കുറിച്ചുള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസാരിച്ചു. ലിസിപ്രിയ കാങ്കൂജം, രിതിമ പാണ്ഡെ, പ്രസിദ്ധി സിംഗ് തുടങ്ങിയ ആഗോള യുവ പരിസ്ഥിതി പ്രവർത്തകരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ യൂത്ത് ഫോർ ടുമോറോസ് എൻവയോൺമെൻറ്റ്സ് സെഷനും കണ്ണൂരിലെ കാനാമ്പുഴ അരിയും VR ഷോകളും അണിനിരന്ന പ്രദർശന നഗരിയും സമ്മേളനത്തെ മാറ്റുകൂട്ടി. കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിൻ്റെ പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങളുടെ വിജയഗാഥ വരും തലമുറയ്ക്കായി കരുതി വെക്കണമെന്ന ആഹ്വാനത്തോടെയാണ് സമ്മേളനം അവസാനിച്ചത്. ആയുർവേദ മേഖലയിൽ യശസ് നേടിയ നാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന് മാതൃകയാക്കുന്ന കല്യാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിനെ സമർപ്പിച്ചു. ആയുർവേദ മേഖലയിൽ യശസ് നേടിയ നാടാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗവേഷണം ഇല്ലാതിരുന്നതാണ് ആയുർവേദത്തിൽ വളർച്ച ഇല്ലാത്തതിന് കാരണമായത്. പലവിധ അറിവുകളും നഷ്ടപ്പെട്ടുപോയി. ആധുനിക ചികിത്സ രംഗത്തുള്ളവർക്ക് ആയുർവേദത്തോട് പ്രത്യേക മനോഭാവമാണ്. അവർ ആയുർവേദത്തെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഡോക്ടർ വി ശിവദാസൻ
MP മുഖ്യ അതിഥിയായി KK ശൈല ടീച്ചർ MLA, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK സുലേഖ, പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശ്രീജ, ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK മുഹമ്മദ്, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KB അബ്ദുറഹ്മാൻ, പടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V രാജീവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം R മിനി, പതിയൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ B രാമേന്ദ്രൻ, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ B ഷംസുദ്ദീൻ, ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ Dr. TD ശ്രീകുമാർ, ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ Dr. K പ്രിയ, ഔഷധി മാനേജിംഗ് ഡയറക്ടർ Dr. TK ഹിർദിക്, ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ASU Dr. ജയ വി ദേവ്, നാഷണൽ ആയുർ മിഷൻ കേരള സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ Dr. D സജിത് ബാബു, മുൻ MP KK രാഗേഷ്, C വിജയൻ, അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി, EPR വൈശാല, PP ദിവാകരൻ, അഡ്വക്കേറ്റ് AJ ജോസഫ്, D മുനീർ, VK ഗിരിജൻ എന്നിവർ സംസാരിച്ചു. ആധുനികവൽക്കരിച്ച അഴീക്കൽ തുറമുഖം ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ സാമ്പത്തിക സുരക്ഷിതവും ജീവിത നിലവാരവും ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആധുനികവൽക്കരിച്ച അഴീക്കൽ തുറമുഖം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തുറമുഖത്തെ നവീകരിക്കുക വഴി കേവലം അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല, തൊഴിലാളികൾക്ക് മത്സ്യത്തിന് ന്യായമായ വില ഉറപ്പുവരുത്താൻ കഴിയും. KV സുമേഷ് MLA അധ്യക്ഷനായി. നബാർഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തി 25.36 കോടി രൂപ ചെലവഴിച്ചാണ് അഴീക്കൽ മത്സ്യബന്ധന തുറമുഖത്തിൻ്റെ ആധുനികവൽക്കരണ പ്രവർത്തികൾ പൂർത്തിയാക്കിയത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KR അബ്ദുൾ ജബ്ബാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KP ഷക്കീൽ, കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രശാന്തൻ, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സനില, കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A റീന, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മോഹനൻ, പാപ്പിനിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് K പ്രദീപ്കുമാർ, വളവട്ടണം പഞ്ചായത്ത് പ്രസിഡന്റ് VKC ജംഷീറ, നാറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് K റഹ്മത്ത്, അഴീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A സുരേശൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ജസ്ന, പഞ്ചായത്ത് മെമ്പർ KK മിസ്ബാഹ്, ഫിഷറീസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജുഗ്നു, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ T ജയദീപ്, നബാർഡ് ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് മാനേജർ ജിഷിമ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ M പ്രകാശൻ മാസ്റ്റർ, M അനിൽകുമാർ, ബിജു കുമാർ, K രഞ്ജിത്ത്, സബക്ക അബ്ദുള്ള, CP ദിനേശൻ, K രതീശൻ, വസന്തകുമാർ, T റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. KTDC മലബാർ കോർട്ട്യാർഡ് പ്രവർത്തനം ആരംഭിച്ചു. മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ച് സമഗ്ര വികസന പദ്ധതി ഈ പ്രദേശത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ ടൂറിസം മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടായി മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. KTDCയുടെ 5 സ്റ്റാർ റിസോർട്ട് മുഴപ്പിലങ്ങാട് മലബാർ കോർട്ട്യാർഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആഭ്യന്തര സഞ്ചാരികളെയും വിനോദ സഞ്ചാരികളെയും കൂടുതൽ ആകർഷിക്കാൻ കഴിയുന്ന നിലയിൽ മുഴപ്പിലങ്ങാട് ബീച്ച്, ധർമ്മടം ബീച്ച്, ധർമ്മടം ഐലൻഡ് എന്നിവയുടെ ടൂറിസം വികസനം ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു. അത്തരമൊരു ലക്ഷ്യത്തോടെയാണ് മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ച് സമഗ്ര വികസന പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. 238 കോടി രൂപ ചെലവിടുന്ന പദ്ധതിക്കാണ് രൂപം നൽകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിനോദ സഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മുഴപ്പിലങ്ങാട് ഒരു പ്രീമിയം 5 സ്റ്റാർ വിഭാഗത്തിലുള്ള ബീച്ച് റിസോർട്ട് KTDC നിർമ്മിച്ചിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഡോക്ടർ V ശിവദാസൻ MP അധ്യക്ഷനായി. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM പ്രഭാകരൻ, മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM അതുൽ, മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV നിമിഷ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം K അനുശ്രീ, കേരള ടൂറിസം ഡയറക്ടറും KTDC മാനേജിംഗ് ഡയറക്ടറുമായ ശിഖ സുരേന്ദ്രൻ, KTDC ബോർഡ് ഡയറക്ടർമാരായ OK വാസു, KK വത്സരാജ്, ബെന്നി മുഞ്ചോലി, P ബിജു, തോമസ് T കീപുരം, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, U ബാബു ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. പുഴാതി കുടുംബ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ സ്ക്രീനിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വരെ ഗ്രാമീണ മേഖലയിലെ ഉള്ളവർക്ക് ലഭ്യമാക്കുന്ന വിധത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെ മാറ്റുകയാണ് ആരോഗ്യ വകുപ്പിൻ്റെ ലക്ഷ്യമെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പുഴാതി കുടുംബാരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
താലൂക്ക് തലം മുതൽ ആശുപത്രികൾ സ്പെഷ്യാലിറ്റി കേന്ദ്രങ്ങളായി, ജില്ലാ ആശുപത്രികൾ സൂപ്പർ സ്പെഷ്യാലിറ്റി കേന്ദ്രങ്ങളായി 10 വർഷം കൊണ്ട് 225 ആശുപത്രികളിൽ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നു. പ്രതിദിനം 3000 പേർക്ക് സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നു. എല്ലാ ജില്ലാ ആശുപത്രികളിലും കാത്ത് ലാബുകൾ സ്ഥാപിച്ചു. ഒരു ദിവസം സർക്കാർ ആശുപത്രിയിൽ 200-ലധികം ആൻജിയോപ്ലാസ്റ്റികൾ ചെയ്യുന്നു. അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടക്കുന്നു. സൗജന്യമായി മെഡിക്കൽ കോളേജുകളിൽ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടക്കുകയാണ്. ഇങ്ങനെ സാധാരണക്കാർക്ക് ആശ്രയിക്കാവുന്ന ഇടങ്ങളായി പൊതുജന ആരോഗ്യ കേന്ദ്രങ്ങളുടെ സർക്കാർ മാറിയെന്നും മന്ത്രി പറഞ്ഞു. KV സുമേഷ് MLA അധ്യക്ഷനായി. 2022-23 വർഷത്തെ NHM ഫണ്ടിൽ നിന്നും 1.43 കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ FHC കെട്ടിടം നിർമ്മിച്ചത്. ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസറും ആദർ നോഡൽ ഓഫീസറുമായ ഡോക്ടർ CP വിജോയ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര, ഡെപ്യൂട്ടി മേയർ KP താഹിർ എന്നിവർ വിശിഷ്ട അതിഥികളായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ ശ്രീജ മഠത്തിൽ, നികുതി അപ്പീൽ കാര്യ സ്ഥിരസമിതി അധ്യക്ഷ VK മുഹമ്മദ് അലി, കോർപ്പറേഷൻ കൗൺസിലർമാരായ K ഉഷാകുമാരി, V പുരുഷോത്തമൻ, K ശ്രീജ, സുബൈർ കിച്ചേരി, ഡോക്ടർ PK അനിൽകുമാർ, K മഹേന്ദ്രൻ, കൂക്കിരി രാജേഷ്, KP സലീം, K ഷാജി, OC ഗിരീശൻ, T രവീന്ദ്രൻ, B വിനോദ്, TP അബ്ദുൽ നാസർ എന്നിവർ സംസാരിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.